എല്ലാവർക്കും സ്കൂൾ ടീച്ചേഴ്സിലേക്ക് സ്വാഗതം. +2 ബയോളജിയുടെ അവസാനത്തെ ചാപ്റ്ററായ എൻവയോൺമെന്റൽ ഇഷ്യൂസിലെ ഗ്രീൻ ഹൗസ് എഫക്റ്റ്, ഓസോൺ ഡിപ്ലീഷൻ, ഈ പറഞ്ഞ ടോപ്പിക്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അവസാനത്തെ ചാപ്റ്ററിലെ ബാക്കി പോർഷൻസ് എല്ലാം തന്നെ മുന്നേ ഉള്ള വീഡിയോസിൽ ആൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ വീഡിയോയിലെ ഈ പോർഷൻസിലെ പ്രധാനപ്പെട്ട എല്ലാ ഏരിയകളും കവർ ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല, ടെക്സ്റ്റ് ബുക്കിന്റെ അവസാന ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ള അൺസോൾവ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഹീറ്റിംഗ് ഓഫ് എയർ സർഫസ് ആൻഡ് അറ്റ്മോസ്ഫിയർ. അതായത് ഭൂമിയുടെ സർഫസിനെയും അന്തരീക്ഷത്തിനെയും ചൂടാക്കാനായിട്ട് കാരണമാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതിഭാസമാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്. Clouds and gases reflect about 1/4 of the incoming solar radiation and absorb some of it. എങ്ങനെയാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് വർക്ക്, ആ പ്രതിഭാസം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ക്ലൗഡ്സ് ആൻഡ് ഗ്യാസസ് റിഫ്ലക്ട് അബൌട്ട് 1/4 of the incoming solar radiation. ഈ പിക്ചർ നോക്കുക. സണ്ണിൽ നിന്ന് ഭൂമിയിലേക്ക് സോളാർ റേഡിയേഷൻ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. ഇതിൽ ഇവിടെയുള്ള ഈ ഭാഗത്തുള്ള ക്ലൗഡ്സും ഗ്യാസസുകളും എന്ത് ചെയ്യും? 4 പോർഷൻ, 1/4 ഓഫ് ഇൻകമിങ് സോളാർ റേഡിയേഷൻ, സോളാർ റേഡിയേഷന്റെ 4 പോർഷനെ റിഫ്ലക്ട് ചെയ്യും, തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് കളയും. ആൻഡ് അബ്സോർബ് സം ഓഫ് ഇറ്റ്, കുറച്ച് ഭാഗം എന്ത് ചെയ്യും? ഈ റേഡിയേഷന്റെ കുറച്ച് ഭാഗം ഇവിടെയുള്ള ഗ്യാസുകളും ക്ലൗഡ്സുകളും അബ്സോർബ് ചെയ്യും. അപ്പൊ 4 പോർഷൻ പുറത്തേക്ക് റിഫ്ലക്ട് ചെയ്ത് പോയി, കുറച്ച് പോർഷൻ ഇവിടെ അബ്സോർബ് ചെയ്തു. ബാക്കിയുള്ള പോർഷൻ അപ്പൊ എന്ത് ചെയ്യും? ബാക്കിയുള്ള പോർഷൻ will strike on the surface of earth. But almost half of incoming solar radiation falls on earth's surface, heating it. ഈ പറഞ്ഞ ഏതാണ്ട് പകുതിയോളം പോർഷൻസ് ഭൂമിയിലേക്ക് വന്ന് ഭൂമിയുടെ സർഫസിനെ ഹീറ്റ് ചെയ്യുന്നുണ്ട്. Earth's surface re-emits heat in the form of infrared radiation, but part of this does not escape into space. അതായത് ഭൂമിയുടെ സർഫസ് എന്ത് ചെയ്യും? ഇതിനെ വീണ്ടും തിരിച്ച് എമിറ്റ് ചെയ്യും, അതായത് റീഎമിറ്റ് ചെയ്ത് പുറത്തേക്ക് വിടാൻ ശ്രമിക്കും. പുറത്തേക്ക് വിടാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ ആൾറെഡി ഗ്യാസുകളും ക്ലൗഡ്സുകളും ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. ഇവിടെ പ്രധാനമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ പോലുള്ള ഗ്യാസുകൾ ഉണ്ടെങ്കിൽ ഈ തിരിച്ചു പോകുന്ന റേഡിയേഷനെ ഈ കാർബൺ ഡൈ ഓക്സൈഡും മീഥേനും അബ്സോർബ് ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എർത്ത് സർഫസ് re-emits heat in the form of infrared radiation, but part of this does not escape into space. അത് പാർട്ട് ഒരു പോർഷൻ എന്ത് ചെയ്യുന്നില്ല? സ്പേസിലേക്ക് രക്ഷപ്പെട്ടു പോകുന്നില്ല. എന്തുകൊണ്ടാ? ആസ് atmospheric gases, example carbon dioxide and methane, absorb a major fraction of it. ഇതിലൊരു പ്രധാനപ്പെട്ട ഭാഗത്തിന് ഈ ഗ്യാസുകൾ അബ്സോർബ് ചെയ്യും. The molecules of these gases radiate heat energy, and a major part of which again comes to Earth's surface, thus heating it up once again. അതായത് ഈ ഗ്യാസുകൾ, ഇപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ ഒക്കെ ഉള്ള കാര്യം പറഞ്ഞു, അവ എന്ത് ചെയ്യും? അവ അബ്സോർബ് ചെയ്തിട്ടുണ്ട്, ഇതിലുള്ള കുറെ റേഡിയേഷൻ അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ആ അബ്സോർപ്ഷൻ എങ്ങനെയാണ് നടന്നത്? ഭൂമിയുടെ സർഫസിൽ നിന്ന് പുറത്തേക്ക് റീ-എമിറ്റ് ചെയ്തതിലെ ഒരു ഫ്രാക്ഷനെ ഇവിടെയുള്ള കാർബൺ ഡൈ ഓക്സൈഡും മീഥേനും അബ്സോർബ് ചെയ്തു. ആ അബ്സോർബ് ചെയ്ത റേഡിയേഷനെ വീണ്ടും ഈ കാർബൺ ഡൈ ഓക്സൈഡും മീഥേനും ഭൂമിയിലേക്ക് തന്നെ വീണ്ടും സ്ട്രൈക്ക് ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ എമിറ്റ് ചെയ്യും. അതാണ് ഈ പറഞ്ഞ the molecules of these gases radiate. അവ റേഡിയേറ്റ് ചെയ്യും heat energy, and a major part of which again comes to Earth's surface, thus heating up once again. അതായത് ഈ പറഞ്ഞ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ പോലുള്ള ഗ്യാസുകൾ ഭൂമിയിലേക്ക് ഈ റേഡിയേഷനെ എമിറ്റ് ചെയ്യുന്നത് റേഡിയേഷൻ എന്നുള്ള രൂപത്തിലല്ല, ഹീറ്റിന്റെ രൂപത്തിലേക്ക് വീണ്ടും ഭൂമിയിലേക്ക് എമിറ്റ് ചെയ്യും. അപ്പോൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്യാസ് സണ്ണിൽ നിന്ന് റേഡിയേഷൻ ഭൂമിയിലേക്ക് വരുന്നു. ഒരു 4 പോർഷൻ ഇവിടുത്തെ ക്ലൗഡ്സുകൾ എല്ലാം കൂടെ ചേർന്നിട്ട് റിഫ്ലക്ട് ചെയ്യും. കുറച്ച് പോർഷൻ മാത്രം ആ ക്ലൗഡ്സും ഗ്യാസുകളും അബ്സോർബ് ചെയ്യും. ബാക്കി പോർഷൻ ഭൂമിയിലേക്ക് വരും. ഭൂമി അതിനെ റീഎമിറ്റ് ചെയ്യും. ആ റീഎമിറ്റ് ചെയ്യുന്ന പോർഷനെ അതിലൊരു ഭാഗത്തിന് കാർബൺ ഡൈ ഓക്സൈഡും മീഥേൻ പോലുള്ള ഗ്യാസുകൾ അബ്സോർബ് ചെയ്യും.
അബ്സോർബ് ചെയ്തിട്ട് അതിനെ ഹീറ്റിന്റെ രൂപത്തിൽ തിരിച്ച് വീണ്ടും ഭൂമിയിലേക്ക് സ്ട്രൈക്ക് ചെയ്യിപ്പിക്കും. അതിന്റെ ഭാഗമായിട്ട് ഹീറ്റ് ഉണ്ടാവും. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കാർബൺ ഡയോക്സൈഡ് ആൻഡ് മീഥേൻ ആർ കോമൺലി നോൺ ആസ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. കാര്യം ഇതിനെ ഗ്രീൻ ഹൗസ് എഫക്റ്റിന് പ്രധാനമായിട്ട് കാരണമാകുന്ന ഗ്യാസുകൾ എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡും മീഥേനുമാണ്. അതുകൊണ്ടാണ് അവയെ നമ്മൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. വാട്ട് ഈസ് ഗ്ലോബൽ വാർമിംഗ്? വാട്ട് ആർ ദ അഡ്വേഴ്സ് എഫക്ട്സ് ഓഫ് ഗ്ലോബൽ വാർമിംഗ്? ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ആർ ദ അഡ്വേഴ്സ് എഫക്ട്സ്? അതിന്റെ ഈ ഗ്ലോബൽ വാർമിംഗ് കാരണമുള്ള അഡ്വേഴ്സ് എഫക്ട്സുകൾ എന്തൊക്കെയാണ്? നെഗറ്റീവ് എഫക്ട്സുകൾ എന്തൊക്കെയാണ്? ഇൻക്രീസ് ഇൻ ലെവൽ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഹാസ് ലെഡ് ടു കൺസിഡറബിൾ ഹീറ്റിംഗ് ഓഫ് എർത്ത് ലീഡിംഗ് ടു ഗ്ലോബൽ വാർമിംഗ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസുകളാണ് എന്ത് ചെയ്യുന്നത്? ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ടാകുന്നത്. ഗ്രീൻ ഹൗസ് എഫക്റ്റ് കാരണം എന്ത് ചെയ്യും? നമ്മുടെ എർത്തിന്റെ സർഫസിലെ ഹീറ്റ് കൂടും. സോ ഇൻക്രീസ് ഇൻ ലെവൽ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഹാസ് ലെഡ് ടു കൺസിഡറബിൾ ഹീറ്റിംഗ് ഓഫ് എർത്ത് ലീഡിംഗ് ടു ഗ്ലോബൽ വാർമിംഗ്. അപ്പോൾ ഭൂമിയുടെ സർഫസിലുള്ള ഹീറ്റിംഗ്, ചൂട്, ടെമ്പറേച്ചർ കൂടുന്നത് ഭൂമി മൊത്തത്തിൽ അങ്ങനെ കൂടി വരുന്ന കാരണം, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് വരുന്ന കാരണം, അതായത് ഓരോ വർഷം കഴിയുന്തോറും ഭൂമിയുടെ സർഫസ് ടെമ്പറേച്ചർ കൂടിക്കൂടി വരികയാണ്. അങ്ങനെ കൂടിക്കൂടി വരുന്ന പ്രതിഭാസമാണ് ശരിക്കും പറഞ്ഞാൽ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. അത് കാരണമുള്ള അഡ്വേഴ്സ് എഫക്ട്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ റൈസ് എന്ന് പറഞ്ഞു. ഈ ടെമ്പറേച്ചർ റൈസ് ചെയ്യുമ്പോൾ ദിസ് റൈസ് ഇൻ ടെമ്പറേച്ചർ is leading to changes in the environment and resulting in odd climate changes, thus leading to increased melting of polar ice caps. അതായത് ഈ റൈസ് ഇൻ ടെമ്പറേച്ചർ is leading to changes in the environment. നമ്മുടെ എൻവയോൺമെന്റിൽ തന്നെ ചേഞ്ചുകൾ ഉണ്ടാക്കും. ആൻഡ് റിസൾട്ടിങ് ഇൻ ഓഡ് ക്ലൈമറ്റ് ചേഞ്ചസ്. നമ്മൾ ചിലപ്പോഴൊക്കെ കേട്ടിട്ടുണ്ട് എൽ നൈനോ എഫക്റ്റ് പോലുള്ള ചില അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഒറ്റപ്പെട്ട ആയിട്ടുള്ള ചില പ്രതിഭാസങ്ങൾക്കെല്ലാം കാരണമായി തീരും. Thus leading to increased melting of polar ice caps. ഭൂമിയുടെ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഈ നോർത്ത് പോളിലും സൗത്ത് പോളിലൊക്കെ ഉള്ള ഐസുകൾ ഉരുകാൻ തുടങ്ങും. അവ സീയിലേക്ക് വന്ന് ഡെപ്പോസിറ്റ് ആവും. സീയിലേക്ക് വന്ന് ഡെപ്പോസിറ്റ് ആകുമ്പോഴത്തേക്ക് വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്യും. വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓവർ മെനി ഇയേഴ്സ് ദിസ് വിൽ റിസൾട്ട് ഇൻ എ റൈസ് ഇൻ സീ ലെവൽ ദാറ്റ് ക്യാൻ സബ്മേർജ് മെനി കോസ്റ്റൽ ഏരിയാസ്. ഒരുപാട് കോസ്റ്റൽ ഏരിയാസിനെ മുക്കുന്ന രീതിയിലേക്കുള്ള സീ ലെവൽ ഇൻക്രീസ് കാലക്രമേണ അവിടെ ഉണ്ടാകും. അടുത്ത ക്വസ്റ്റ്യൻ വെച്ചാൽ ഹൗ ക്യാൻ വി കൺട്രോൾ ഗ്ലോബൽ വാർമിംഗ് എന്നാണ്. നമുക്ക് എങ്ങനെ ഈ ഗ്ലോബൽ വാർമിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ദ മെഷേഴ്സ് ഇൻക്ലൂഡ് ഫസ്റ്റ് ആണ് കട്ടിംഗ് ഡൗൺ യൂസേജ് ഓഫ് ഫോസിൽ ഫ്യൂൽ. ഫോസിൽ ഫ്യൂൽ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നതിന് കുറയ്ക്കുക. ഫോസിൽ ഫ്യൂൽ കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോഴത്തേക്ക് അൺബേൺഡ് ആയിട്ടുള്ള ഗ്യാസുകൾ ഒത്തിരി വരും. അതിലൊക്കെ വരുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആണ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്നൊക്കെ പറയുന്നത്, കാർബൺ മോണോക്സൈഡ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവയൊക്കെ തന്നെ ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്ന ഗ്യാസുകളാണ്. അപ്പോൾ അതുകൊണ്ടാണ് കട്ടിംഗ് ഡൗൺ യൂസേജ് ഓഫ് ഫോസിൽ ഫ്യൂൽ എന്ന് പറയുന്നത്. ഫോസിൽ ഫ്യൂൽ കുറയ്ക്കുക. ഇംപ്രൂവിങ് എഫിഷ്യൻസി ഓഫ് എനർജി യൂസേജ്. എനർജി യൂസേജിന്റെ എഫിഷ്യൻസി കൂട്ടുക. എനർജി യൂസേജിന്റെ എഫിഷ്യൻസി കൂട്ടുക എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ വേസ്റ്റ് വരുന്ന ഫ്യൂവൽ കുറയ്ക്കുക. അതായത് കംപ്ലീറ്റ് ഫ്യൂവലും പറ്റുമെങ്കിൽ വർക്കായിട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ടായിട്ട് മാറ്റാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്ക് അൺബേൺഡ് അല്ലെങ്കിൽ വേസ്റ്റേജ് എന്ന് പറയുന്നത് വളരെ കുറയും. ഈ വേസ്റ്റുകളും അൺബേൺഡും ആയിട്ടുള്ള ഗ്യാസുകളും ബൈ പ്രോഡക്ട്സുകളുമാണ് ഈ ഗ്ലോബൽ വാർമിങ്ങിനെല്ലാം കാരണമായി തീരുന്നത്. ദെൻ റെഡ്യൂസിങ് ഡീഫോറസ്റ്റേഷൻ. നമ്മൾ മരങ്ങളെല്ലാം നശിപ്പിക്കുന്നതിനാണ് ഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത്. മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിനാണ് ഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഡീഫോറസ്റ്റേഷൻ അതായത് വനങ്ങളെ നശിപ്പിക്കുന്നതിനെ കുറയ്ക്കുക എന്നാണ്. റെഡ്യൂസിങ് ഡീഫോറസ്റ്റേഷൻ, വനങ്ങളെ നശിപ്പിക്കുന്നതിനെ കുറയ്ക്കുക. ദെൻ പ്ലാന്റിങ് ട്രീസ്. അപ്പോൾ അത് ഇതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് മരങ്ങൾ നട്ടുപിടിപ്പിക്കുക. ഇതൊക്കെ ഈ മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, വനങ്ങളെ നശിപ്പിക്കുന്നത് കുറയ്ക്കുക എന്ന് പറയുന്നതിന് കാരണം വെച്ചാൽ ഈ മരങ്ങൾ ട്രീസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലത്തെ കാർബൺ ഡൈ ഓക്സൈഡിനൊക്കെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലെവല് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനായിട്ട് മരങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ നാശം വരുമ്പോഴത്തേക്ക് അറ്റ്മോസ്ഫിയറിൽ ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഒക്കെ ക്വാണ്ടിറ്റികൾ കൂടാൻ സാധ്യതയുണ്ട്. അത് അൾട്ടിമേറ്റ്ലി ഗ്ലോബൽ വാർമിങ്ങിന് കാരണമായി തീരും. അതുകൊണ്ടാണ് മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനും ഡീഫോറസ്റ്റേഷൻ കുറയ്ക്കാനും പറയുന്നത്. ദെൻ റിഡക്ഷൻ ഇൻ ദ എമിഷൻ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റിന് കാരണമാകുന്ന ഗ്യാസുകളെ
നമ്മൾ അറ്റ്മോസ്ഫിയറിലേക്ക് എമിറ്റ് ചെയ്തു, അതായത് നമ്മൾ വീടുകളിൽ നിന്നോ ഫാക്ടറികളിൽ നിന്നൊക്കെയോ നമ്മൾ അങ്ങോട്ടത്തേക്ക് പുറന്തള്ളുന്നതിനെ കുറയ്ക്കുക. അടുത്ത പോയിന്റ് ക്വസ്റ്റ്യൻ, ഓസോൺ ഡിപ്ലീഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. Ozone gas is continuously formed by the action of UV rays on molecular oxygen and also degraded into molecular oxygen in the stratosphere. അതായത് ഓസോൺ ഗ്യാസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ അൾട്രാവയലറ്റ് റേസ്, നമ്മൾ സണ്ണിൽ നിന്നുള്ള അൾട്രാവയലറ്റ് റേസ് മോളിക്കുലർ ഓക്സിജനിൽ, സാധാരണ ഓക്സിജൻ മോളിക്യൂളിൽ ഉള്ള ആക്ഷൻ കാരണമാണ് ഈ ഓസോൺ ഉണ്ടാകുന്നത്. പക്ഷെ അവിടെ സംഭവിക്കുന്നത് ഈ ഓസോൺ ഉണ്ടാകുന്നു പറയുമ്പോൾ തന്നെ ഈ ഓക്സിജൻ ഓസോണായിട്ട് മാറും, തിരിച്ച് ആ ഓസോൺ എന്ന് പറയുന്ന ഓക്സിജനായിട്ട് ഡീഗ്രേഡ് ചെയ്തും പോകുന്നുണ്ട്. അതായത് സ്ട്രാറ്റോസ്ഫിയറിൽ സംഭവിക്കുന്ന പ്രോസസ് ആണ് പറയുന്നത് UV റേസ്, അൾട്രാവയലറ്റ് റേസ് ഓക്സിജനിൽ സ്ട്രൈക്ക് ചെയ്തിട്ട് ഓസോണായിട്ട് മാറും, ഈ ഓസോൺ തിരിച്ച് ഓക്സിജനായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഒരേ സമയത്ത് ഓസോണിന്റെ ക്രിയേഷനും നടക്കുന്നുണ്ട്, ഡീഗ്രഡേഷനും നടക്കുന്നുണ്ട്. So there should be a balance between production and degradation of ozone in the stratosphere. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിൽ ഈ പ്രൊഡക്ഷന്റെയും അതിന്റെ നാശത്തിന്റെയും ഒരു ബാലൻസ്, there should be a balance. അവിടെ ഒരു ബാലൻസ് വേണം. Of late, the balance has been disrupted due to enhancement of ozone degradation by chlorofluorocarbons. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയേ, ഡീഗ്രഡേഷൻ കൂടുകയാണെന്ന് വയ്ക്കുക. ഈ ഓസോൺ ഡീഗ്രഡേഷൻ കൂടുകയാണെങ്കിൽ ഓസോൺ ഇങ്ങനെ ഒരുപാട് നശിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഓസോണിന്റെ പ്രൊഡക്ഷന് ഈക്വൽ ആയിട്ടുള്ള ഡീഗ്രഡേഷൻ അല്ല നടക്കുന്നത്, ഡീഗ്രഡേഷൻ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഓസോണിന്റെ നാശം കൂടുതലായിട്ട്, കുറച്ച് നാളായിട്ട് ഓസോണിന്റെ നാശം കൂടുതലായിട്ട് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതെന്തുകൊണ്ടാണ്? ഡ്യൂ ടു ക്ലോറോഫ്ലൂറോകാർബൺസ്, CFC പോലുള്ള മെറ്റീരിയൽസിന്റെ പ്രസൻസ് കാരണം അന്തരീക്ഷത്തിൽ കുറച്ച് നാളായിട്ട് ഈ ഓസോണിന്റെ നാശം കൂടിക്കൊണ്ടിരിക്കുന്നു. The depletion is particularly marked over Antarctic region. ഈ ഡിപ്ലീഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പം നോട്ടീസ് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ ഡിപ്ലീഷൻ നടന്നിരിക്കുന്നത് അന്റാർട്ടിക് റീജിയനിലാണ്. This has resulted in formation of large area of thinned ozone layer commonly called as ozone hole. അതായത് ഓസോണിന്റെ നാശം സംഭവിച്ചപ്പോൾ നിലവിൽ എത്രയാണോ നമുക്ക് വേണ്ടിയിരുന്ന ഓസോൺ ലെയർ, നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിരുന്ന ഓസോൺ ലെയറിന്റെ തിക്നെസ്, അതിൽ നിന്നും വളരെ തിന്നായിട്ടുള്ള ഒരു ലെയർ മാത്രമേ അന്റാർട്ടിക് റീജിയനിലുള്ളൂ. ആ ഏരിയയാണ് നമ്മൾ ഓസോൺ ഹോൾ എന്ന് വിളിക്കുന്നത്. What are the consequences of deforestation? ഇത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡീഫോറസ്റ്റേഷൻ കാരണമുള്ള അതിന്റെ കോൺസിക്വൻസസ്, പരിണത ഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. One of the major effects is enhanced carbon dioxide concentration in the atmosphere. അപ്പോൾ മരങ്ങൾ നശിക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ കാർബൺ ഡൈ ഓക്സൈഡ് കൺസ്യൂം ചെയ്യുന്ന ഒരു പ്രധാന എലമെന്റ് എന്ന് പറയുന്നത് മരങ്ങളാണ്. അങ്ങനെ മരങ്ങൾ നശിക്കുമ്പോഴത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ അന്തരീക്ഷത്തിൽ കൂടും. Deforestation also causes loss of biodiversity due to habitat destruction. പല ജീവികളുടെയും ഹാബിറ്റാറ്റ്, അവരുടെ വാസസ്ഥലം നശിക്കുകയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ബയോഡൈവേഴ്സിറ്റി, അതായത് പല വിധത്തിലുള്ള ജീവജാലങ്ങൾ കാണേണ്ട ഒരവസ്ഥ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ താമസ സ്ഥലങ്ങൾ നശിക്കുന്നു. അപ്പോൾ ഒരുപാട് പല തരത്തിലുള്ള വിവിധ തരത്തിലുള്ള ജീവജാലങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിട്ട് മാറുന്നു. Disturbs hydrologic cycle. It disturbs hydrologic cycle എന്ന് പറയുമ്പോഴത്തേക്ക് അറിയാലോ, നമ്മൾ വാട്ടർ എർത്തിൽ നിന്ന് വേപ്പറായി അന്തരീക്ഷത്തിൽ പോയി അവിടെ നിന്ന് അത് കണ്ടൻസ് ചെയ്ത് തിരിച്ച് ഭൂമിയിലേക്ക് വരുമ്പോഴാണ് മഴ നടക്കുന്നത്. അതിനെല്ലാം ഒരു ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ ഡീഫോറസ്റ്റേഷൻ. Then causes soil erosion. സോയിൽ ഇറോഷന് കാരണമായിട്ട് വരും. അതായത് മണ്ണ് ഒഴുകി പോകുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് മാറുന്നുണ്ട്. മരങ്ങൾ അവ വേരുകൾ ഉപയോഗിച്ചാണ് മണ്ണിനെ പിടിച്ചു നിർത്തുന്നത്. മരങ്ങൾ മാറുമ്പോഴത്തേക്ക് സോയിൽ ഇറോഷൻ സംഭവിക്കും. And may lead to desertification in extreme cases. കാലക്രമേണ മരങ്ങൾ ഇങ്ങനെ ഇല്ലാതെ വരുമ്പോഴത്തേക്ക് അവിടെയെല്ലാം മരുഭൂമിയായിട്ട് മാറാനായിട്ട് ഒരു
സാഹചര്യം ഉണ്ടാകണം. അങ്ങനെ മരുഭൂമിയായിട്ട് മാറുന്ന പ്രോസസ്സിനാണ് ഡിസർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഡിസർട്ട് എന്നുള്ള വാക്കിൽ നിന്ന് വന്നിട്ടുള്ള ഒരു നൗണാണ് ഡിസർട്ടിഫിക്കേഷൻ. Then discuss the role of women and communities in protection and conservation of forest. സ്ത്രീകളുടെയും പല കമ്മ്യൂണിറ്റികളുടെയും റോള് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഏതിലാണ്? പ്രൊട്ടക്ഷൻ ആൻഡ് കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ്. ഈ പറഞ്ഞ വനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിലും കൺസേർവ് ചെയ്യുന്നതിലും സ്ത്രീകൾക്കും കമ്മ്യൂണിറ്റീസിനുമുള്ള റോൾ എന്താണെന്ന് ഡിസ്കസ് ചെയ്യുക. ഇത് ടെക്സ്റ്റ് ബുക്കിന്റെ അവസാനം കൊടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതൊരു കഥ പോലെ നമുക്ക് നോക്കാം. ഇൻ 1731 the king of Jodhpur in Rajasthan asked one of his ministers to arrange wood for constructing a new palace. അതായത് 1731 ജോധ്പൂരിലെ രാജാവ്, എവിടെയാണ്? രാജസ്ഥാനിലെ ജോധ്പൂരിലെ രാജാവ് asked one of his ministers, അദ്ദേഹത്തിന്റെ ഒരു മിനിസ്റ്റർമാരിൽ ഒരാളോട് പറഞ്ഞു. എന്ത് പറഞ്ഞു? ടു അറേഞ്ച് വുഡ്, തടി ശരിയാക്കി വെക്കാൻ പറഞ്ഞു. എന്തിനായിരുന്നു? ഫോർ കൺസ്ട്രക്ടിങ് എ ന്യൂ പാലസ്, ഒരു പുതിയ കൊട്ടാരം കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് തടി വേണമായിരുന്നു. ആ തടി അറേഞ്ച് ചെയ്യാനായിട്ട് പറഞ്ഞു. ദ മിനിസ്റ്റർ ആൻഡ് വർക്കേഴ്സ് വെന്റ് ടു എ ഫോറസ്റ്റ് നിയർ എ വില്ലേജ്. ഈ മന്ത്രിയും കുറച്ച് വർക്കേഴ്സും കൂടെ ഒരു ഫോറസ്റ്റിലേക്ക് പോയി. അതെവിടെയാണ്? ഒരു വില്ലേജിനടുത്തുള്ള ഫോറസ്റ്റിലേക്ക് പോയി. ഇൻഹാബിറ്റഡ് ബൈ ബിഷ്ണോയിസ്. ആ സ്ഥലത്ത്, ആ വില്ലേജില് ബിഷ്ണോയിസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ജനങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാ പോയത്? ടു കട്ട് ഡൗൺ ട്രീസ്. ഈ ട്രീസ് മുറിക്കാനായിട്ട് പോയി. The Bishnoi community is known for its peaceful coexistence with nature. ഈ ബിഷ്ണോയ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് is known for its peaceful coexistence with nature. അവർ പ്രകൃതിയുമായിട്ടുള്ള ആ ഇണങ്ങി ജീവിക്കുന്ന ആ ഒരു കൾച്ചറിന് അല്ലെങ്കിൽ നേച്ചറിന് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വർഗം അല്ലെങ്കിൽ വിഭാഗ ജനങ്ങളായിരുന്നു ഈ ബിഷ്ണോയ്സ് എന്ന് പറയുന്നത്. The effort to cut down trees by the kings was thwarted by the Bishnois. ഈ മരങ്ങളെ മുറിച്ചു മാറ്റാനായിട്ടുള്ള എഫർട്ടിനെ ബിഷ്ണോയ്സ് എന്ത് ചെയ്തു? തടഞ്ഞു. എ ബിഷ്ണോയ് വുമൻ അമൃത ദേവി എന്ന് പറയുന്ന ഒരു ബിഷ്ണോയ് വുമൻ ഷോഡ് എക്സംപ്ലറി കറേജ്. അവര് അസാമാന്യമായിട്ടുള്ള ധൈര്യം കാണിച്ചു. എങ്ങനെയാണ്? ബൈ ഹഗിങ് എ ട്രീ, ഒരു മരത്തിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട്. ആൻഡ് ഡയറിങ് കിങ്സ്മെൻ ടു കട്ട് ഹെർ ഫേസ്റ്റ് ബിഫോർ കട്ടിങ് ദ ട്രീ. ഈ മരം മുറിക്കുന്നതിന് മുമ്പ് എന്നെ മുറിക്കുക എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ അമൃതാദേവി ഈ മരത്തിനെ കെട്ടിപ്പിടിച്ച് നിൽക്കാൻ തുടങ്ങി. The tree mattered much more to her than her own life. The tree mattered much more to her than her own life. അതായത് ഈ മരം എന്ന് പറയുന്നത് അവൾക്ക് അവളുടെ ജീവനേക്കാളും വളരെ വേണ്ടപ്പെട്ടതായിരുന്നു. Sadly, the kingsman did not heed to her pleas and cut down the tree along with അമൃതാദേവി. രാജാവിന്റെ ആളുകൾ ഇതൊന്നും ചെയ്തുകൊണ്ടില്ല. അവര് ഈ അമൃതാദേവിയോടൊപ്പം തന്നെ മരത്തിനെയും മുറിച്ചിട്ടു. Her 3 daughters and hundreds of other Bishnois followed her and thus lost their lives saving trees. അവരുടെ ഈ അമൃതാദേവി മാത്രമല്ല, അവരുടെ 3 പെൺമക്കളും അതുപോലെ 100 കണക്കിന് ബിഷ്ണോയിസും ഇതേ പാത പിന്തുടർന്നു. അങ്ങനെ അവരുടെ ജീവിതം നഷ്ടപ്പെടുത്തി. ഇതൊക്കെ ജീവൻ നഷ്ടപ്പെടുത്തി എന്ന് പറയുന്നത് ഈ മരങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവരത് ചെയ്തത്. അപ്പോൾ ഇതൊരു കഥ പോലെ എക്സാമിനേഷന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ പോർഷൻസ് അത്രയും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക.